നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ എഫ്.സിയും ഡൽഹി എഫ്.സിയും ഒക്കെയടങ്ങിയ സംഘങ്ങളുടെ നീണ്ട ദിവസങ്ങളായുള്ള നിയമയുദ്ധങ്ങൾക്ക് പരിസമാപ്തിയായില്ല എങ്കിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി അൻവർ അലിക്ക് NOC അനുവദിച്ചതോടെ അൻവർ അലി ഈസ്റ്റ് ബംഗാൾ എഫ്.സിയുമായി 5 വർഷ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം കൊൽക്കത്തയിലെത്തിക്കഴിഞ്ഞ അൻവർ അലി എന്ന പ്രതിരോധ ഭടൻ്റെ ഈസ്റ്റ് ബംഗാൾ എഫ്.സി കുപ്പായത്തിലെ അരങ്ങേറ്റം എന്നാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ്.സി ആരാധകർ ഉറ്റുനോക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ താരമുണ്ടാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞെങ്കിൽ ഡ്യൂറാൻഡ് കപ്പിൽ താരത്തെ രജിസ്റ്റർ ചെയ്യുമോ എന്നതാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഡ്യൂറാൻഡ് കപ്പിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ്.സിയുടെ അടുത്ത മത്സരമെന്നതിനാൽ തീപ്പാറുന്ന ഡെർബി പോരാട്ടത്തിന് അൻവർ അലിയുടെ വരവ് തീമഴയായി പെയ്യുമെന്നതിനാൽ തന്നെ ആ തീരുമാനത്തിനായാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നതും. ഇത് സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നില്ല എങ്കിലും ഉടൻ തന്നെ തീരുമാനം അറിയാനാവും എന്നതാണ് കേൽന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. എന്തായാലും വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ശേഷം അൻവർ അലിയെ ടീമിലെത്തിക്കാനായതോടെ ഇത്തവണത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി തന്നെ മാറുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ്.സി. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ടോപ്പ് സ്കോറർ ദിമിത്രിയോസ് ഡാമൻഡക്കോസ്, ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ മദീദ് തലാൽ എന്നിവർക്ക് പുറമെ ഇന്ത്യൻ ഇന്റർനാഷണൽ ജിക്സൺ സിംഗിനെ കൂടി നേരത്തെ സ്വന്തമാക്കി കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ എഫ്.സിയിലേക്ക് അൻവർ അലി കൂടി എത്തുന്നതോടെ മികച്ചത് തന്നെ ഇത്തവണ ആരാധകർക്ക് പ്രതീക്ഷിക്കാനാവും.